എന്താണ് നാക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഈ കൊച്ചി കുളിച്ച് നിന്നോ? നിന്നോ? അല്ലടോ, എനിക്ക് മനസ്സിലാവാൻ പാടില്ലടോ. ഈ നമ്മൾ ഈ മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിലേക്ക് ആരെങ്കിലും വീണ്ടെടുത്ത് കയറോടോ, എടുത്ത് ചാടോടോ അതിനകത്തോട്ട്? ഞാൻ ചാടത്തില്ല. കാരണം സാമാന്യ ബോധമുള്ള ആൾക്കാരൊന്നും ചാടത്തില്ല. പിന്നെ എന്തർത്ഥത്തിലാണ് ഈ മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് നികേഷ് കുമാർ എടുത്ത് ചാടിയെന്ന് എനിക്ക് മനസ്സിലാകാത്തത്? ഏത് മുങ്ങാൻ പോയ കപ്പൽ ഏട്ടോ, മുങ്ങാൻ പോച്ച മുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ കപ്പല്. അതിനൊരു കപ്പിത്താൻ ഉണ്ട്. ഹേ, ആ കപ്പിത്താൻ മുങ്ങി. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ. കപ്പിത്താൻ സ്ട്രോങ് ആണ് സാർ. കുറച്ചുകൂടി വീര്യം കുറച്ചിട്ടുണ്ട് സാർ. അത് മനസ്സിലാവും. ഈ നികേഷ് കുമാർ സാർ ഇറങ്ങിയിട്ട് ഒരു സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി തന്നെ വേണമെങ്കിൽ കിണർ തേച്ചു കൊടുക്കപ്പെടും എന്ന രീതിയിൽ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ തന്നെ ഒരു ഗുമ്മുണ്ടായിരുന്നു. എന്തിനാണ് ഇവിടെ തന്നെ ഇതിൽ തന്നെ കയറി എനിക്ക് മനസ്സിലാവില്ല. അദ്ദേഹത്തിന്റെ രക്തത്തിലും അദ്ദേഹത്തിന്റെ രീതിയിലും ശൈലിയിലും ഒക്കെ തന്നെ. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹം മാധ്യമ പ്രവർത്തനം എന്ന തൊഴിൽ മാത്രമേ ഉപേക്ഷിച്ചുള്ളൂ. പക്ഷെ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. പല സമയങ്ങളിലും ഗോവിന്ദ മാഷ് പോലും ഇമ്മാതിരി ചില കാര്യങ്ങളിൽ ന്യായീകരിച്ചിട്ടില്ല. അമ്മാതിരിയാണ് ഇരുന്നത് ന്യായീകരിക്കുന്നത് ഇദ്ദേഹം. അതെ, നമ്മുടെ പാർട്ടിക്ക് ആ രക്തം അങ്ങോട്ട് കേറി കഴിഞ്ഞ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. അതാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മികച്ച ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വൈകിപ്പോയി എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. എന്ത് വൈകിപ്പോയെന്ന്? അല്ല, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വൈകി എന്നാണ്. അല്ല, പക്ഷെ അദ്ദേഹം അത് കഴിഞ്ഞ് ഉൾവലിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് ഉൾവലിഞ്ഞല്ലോ. പക്ഷെ ഇത് മറ്റേ കുതിക്കാൻ പോകുന്ന എലി പതിഞ്ഞതിന് വേണ്ടിയിട്ടാണെന്ന് പറയാനാണ്. എലിയല്ല, പുലി. അല്ലടോ, എനിക്ക് മനസ്സിലാവുന്ന വേർന്നുകൊണ്ടല്ല. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ CPM യോഗം നടന്നപ്പോൾ നല്ല വെച്ച അടിച്ചങ്ങ് കൊടുത്തത്. കണ്ണൂർ ജില്ലാ സംസ്ഥാന സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സംസ്ഥാന യോഗത്തിലാണ് ആ പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് കണ്ണൂർ ജില്ലയ്ക്ക് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ തട്ടകം അവിടെയാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ തട്ടകത്തിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായില്ലേ? പിണറായി വിജയന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല തട്ടകത്തിൽ. പിന്നെയാണ് നമ്മുടെ അദ്ദേഹം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ണൂരിലെ യുവാക്കൾക്കിടയിൽ അത്യാവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് സമയത്താണ് അദ്ദേഹം വരുന്നത്. ഒരു ചാനൽ മുറിയിൽ ഇരുന്ന് ഘോരഘോരം പ്രസംഗിച്ച് സമയം കളയേണ്ട ആളല്ല അദ്ദേഹം. അതായത് ഈ ഘോരഘോരം പ്രസംഗിച്ചു എന്നത് ശരിയാണ്. പക്ഷെ ഈ നമ്മുടെ സുജയ പാർവതി പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നാണം ഉണ്ടോടോ? സുജയ പാർവതിയെയും നികേഷ് കുമാറിനെയും കൂടെ തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പോലും നാണം ഉണ്ടോടോ നിങ്ങൾക്ക്? ഇന്നലെ കുറിച്ച് സുജയ പാർവതി നാണം ഉണ്ടോടോ? ആ സംഘടനയുമായി അവര് ആര് പേടിക്കുന്നു? സുഹൃത്തുക്കളെ, നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇപ്പൊ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോഴത്തേക്ക് കുറെ ആൾക്കാര് കിണറ് വൃത്തിയാക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ ഒരാളെ എങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല കേട്ടല്ലോ. കാരണം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആ രാഷ്ട്രീയക്കാരന്റെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ വീര്യവും ആ ശക്തിയും ഒക്കെ നിങ്ങളൊരു കാര്യം ഓർക്കണം. അണയാൻ പോകുന്ന തീ. നിങ്ങളൊരു കാര്യം ഓർക്കണം. കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം. ചെറുപ്പകാലം മുതൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കോൺഗ്രസ് പ്രവർത്തനങ്ങളൊക്കെ കണ്ടു വളർന്നിട്ട് കൂടി അദ്ദേഹം ചെങ്കൊടിയാണ് പിടിച്ചത്. അവിടെയാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും ആർജവം നിങ്ങൾ കാണേണ്ടത്. സുഹൃത്തുക്കളെ, ആർജവം കണ്ട് മടുത്ത് ജനം പെരുവഴിയിലായി. കഴിഞ്ഞ ദിവസം ലോകസഭയിൽ എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് വലുത് അറിയാമോ? കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, അതിന്റെ അക്ഷരം തെറ്റാതെ വിളിക്കേണ്ട ഒരു വ്യക്തിയാണല്ലോ സഖാവ് രാധേട്ടൻ. രാധേട്ടനെ ആരെന്നറിയാലോ?
അദ്ദേഹം രാധാകൃഷ്ണൻ സഖാവ്, നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഞങ്ങളുടെയൊക്കെ രാജേട്ടൻ പിടിക്കത്തില്ല. പിണറായി വിജയൻ ഇരട്ടച്ചൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടം. പക്ഷെ നമ്മൾ രാജേട്ടനെ രാജേട്ടൻ വിളിച്ചാൽ സഖാവ് അത് വേണം, സഖാവ് അത് വേണം. ശരി, ആയിക്കോട്ടെ. ഈ പറയുന്ന സഖാവ് ലോകസഭയിൽ പോയപ്പോൾ സംഭവിച്ചത് പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കൃത്യമായി തന്നെ മലയാളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവിടെ രാഹുൽ ഗാന്ധിക്കും കൈ കൊടുത്തു, കൊടുക്കുന്ന സുരേഷിനും കൈ കൊടുത്തു, സുധാകരനും കൈ കൊടുത്തു. അതാണ് ഞങ്ങളുടെ പാരമ്പര്യം. പാരമ്പര്യം, അതെ അതെ. ഈ പാരമ്പര്യം എന്തുകൊണ്ട് ഈ കപ്പിത്താൻ കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു ബഹുമാനം, ഇവിടെ ബഹുമാനത്തിന്റെ കാര്യം ഇവിടെ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ മുതൽ പിന്നെ അങ്ങോട്ട് മറ്റേ മുപ്പന്മാര് വരെ ഉള്ളവരുടെ ബഹുമാനം എന്താണെന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ മുഖ്യമന്ത്രി അങ്ങനെ ആരുടെ മുമ്പിൽ കുനിയുന്ന ഒരാളല്ല. അത് അദ്ദേഹത്തിന്റെ, നിങ്ങൾ പറഞ്ഞല്ലോ ഈ ശൈലി, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഗോവിന്ദൻ സഖാവ് വരെ ആരുടെ മുന്നിലും അങ്ങനെ മുട്ടുകുത്തുന്ന ആളല്ല. അല്ല, അതിനേക്കാൾ നന്നായിട്ട് കുനിഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതിനേക്കാൾ നന്നായിട്ട് കുനിഞ്ഞ ഒരാളുണ്ടായിരുന്നു. വന്നേക്കുന്നു. സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് ഓർമ്മ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുനിയുന്ന കാര്യം സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇതിപ്പോൾ അദ്ദേഹം നികേഷ് കുമാർ കണ്ണൂരിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പിടിക്കാത്ത ചില കോൺഗ്രസ് കൊങ്ങികൾ കൂട്ടമുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും വരണ്ട കൊങ്ങികളെ. അല്ല, പലരും ഇവിടെ അദ്ദേഹത്തിനെ എന്നൊക്കെ വിളിക്കുന്നു. തന്തയ്ക്ക് വിളിക്കുന്നോടോ? പോടോ. എടോ, നികേഷ് കുമാർ ഇങ്ങനെ മാധ്യമ പ്രവർത്തനം രാജിവെച്ചതിന് ശേഷം സ്ഥിരമായി രാഷ്ട്രീയ രീതിയിൽ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ താഴെ പല കമന്റുകളും വന്നിരുന്നു. കമന്റിൽ പറയുന്ന പ്രധാനമായ ഒന്നാണ് ഈ തന്തയിലെ പറ്റിച്ചവന്മാരെ കൂടെ തന്നെ പോയി കളഞ്ഞല്ലോ. അങ്ങനെ കുറെ എണ്ണം നിങ്ങളുടെ കോൺഗ്രസിലുണ്ടല്ലോ. അനിൽ ആന്റണി, ജോസ് കെ മാണി, അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ കുറെ അനിൽ ആന്റണി ഒക്കെ ഉണ്ടല്ലോ. അവർ ആരും നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എടാ, അതാ പറഞ്ഞത്, നിങ്ങളുടെ പാരമ്പര്യം കോൺഗ്രസ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെങ്കൊടി പിടിക്കുകയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? ആ പാർട്ടിയോടുള്ള വിപ്ലവം കേറി കഴിഞ്ഞാലത്തെ പ്രശ്നം അതാന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ആര് വേണോ ചെങ്കൊടി പിടിച്ചോളൂ, ആര് വേണോ വിപ്ലവം കേറിക്കോളൂ, ആര് വേണോ വിപ്ലവം തലയിലെടുത്തോളൂ. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ സാധാരണക്കാർക്ക് ആര് കേറിയാലും ശരി, കിട്ടേണ്ട പെൻഷനും കിട്ടേണ്ട റേഷനും കിട്ടേണ്ട സമയത്ത് കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണേ. അല്ലാതെ ഈ കട്ടും മുടിച്ചും കട്ടും പാവങ്ങളുടെ പിച്ചച്ചട്ടി കൈയിട്ട് വഴിയും അതുപോലെ തന്നെ പല അനാഥാലയങ്ങളിൽ നിന്നും മാസപ്പടി വാങ്ങിയും ജീവിച്ചുകൊണ്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത്. അനാഥാലയങ്ങളിൽ ആവശ്യം നമ്മുടെ അനാവശ്യം കേട്ടിട്ടില്ല സുഹൃത്തുക്കളെ, അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലല്ലോ നികേഷ് നികേഷ് സഖാവിന്റെ കാര്യത്തിൽ അദ്ദേഹം മികച്ച പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുമെന്നതിൽ ഒരു സംശയമില്ല. എല്ലാ കിണറുകളും അദ്ദേഹം ഇറങ്ങി എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് മനസ്സിലായിരിക്കുന്നത്. അല്ല നികേഷിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അതായത് നികേഷ് ഞാനല്ല കമന്റ്സ് വരുന്നത്. കമന്റ്സ് കൊങ്ങകൾക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. തന്താട് താഴുമ്പോ തന്നെ മക്കൾക്ക് വേണമെന്നാണ് അമ്മമാരുടെ നിർബന്ധം. അതെ, മറ്റേ ആല് കിളിർത്താലും അതിന്റെ തണലെന്ന് പറഞ്ഞ ആണല്ലോ. അങ്ങനെ പിന്നെ ശരി സുഹൃത്തുക്കളെ, എനിക്ക് സംസാരിച്ച് എനിക്ക് വയ്യ താല്പര്യം. എനിക്കില്ല അങ്ങോട്ട്. തനിക്ക് താൻ എവിടെ 10 ക്ലാസ്സിലോ തന്നെ പുറത്താക്കൂടോ? വേണ്ട. ശരി എന്നാ സുഹൃത്ത്.